മഴയുടെയൊക്കെ തുടക്കത്തിലുണ്ടാകണതാണ് ഇതുപോലെ കോട്ടരുമയൊക്കെ റബ്ബറും തേക്കൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളെ ഭാഗത്തൊന്നും വല്ലാതെ ഉണ്ടാവലൊന്നുമില്ല. ഇതാദ്യമായിട്ടാണ് ഇത്ര അധികം കോട്ടരുമനെ തന്നെ കാണുന്നത്. അതിപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ കുറച്ച് ഓലൊക്കെ കെട്ടിവെച്ച് കുറച്ച് മുൻപത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഉള്ള ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഇതുപോലെ കോട്ടരുമ. അപ്പോൾ ഓലയും ചൗരി ഇതൊക്കെ നമ്മൾ വാർപ്പിൻ്റെയൊക്കെ മുകളിലൊക്കെ വെച്ച് അതുപോലെ വരുന്നുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ എത്ര അധികം കോട്ടരുമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നശിപ്പിച്ചാൽ തന്നെ ഇപ്പോൾ അത് പോവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് കോട്ടരുമക്കൊക്കെ അടിക്കണത്. ഇതൊരു പൊടി രൂപത്തിലാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് എത്ര കലക്കണമെന്നൊക്കെ ഉള്ളതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അടിച്ചപ്പോൾ പെട്ടെന്ന് പോയി കിട്ടും ചെയ്ത്. അപ്പോൾ അത് കുട്ടികളും വയസ്സായവരൊക്കെ ഉള്ള അടുത്തൊന്നും അങ്ങനെ അടിക്കാൻ പറ്റില്ല. പിന്നെ പുറത്തൊക്കെ അടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് പുറത്തായതുകൊണ്ട് തന്നെ അടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചത്തിട്ടുമുണ്ട്. നല്ല രീതിയിൽ ഉണ്ടായിരുന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ ചത്ത് വീണിട്ടുമുണ്ട്. പിന്നെ ഇങ്ങനെ ഓലയൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി കത്തിച്ചു. അതിൻ്റെ ചുവട്ടിലുള്ളതാണ് ഇപ്പോൾ ഇത്രയധികം ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നാൽ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത്രയധികം കോട്ടരുമയൊക്കെ ഉള്ളത്. അപ്പോൾ കോട്ടരുമയൊക്കെയായിട്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട്. ഇതുപോലെ നമ്മൾ വളക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള മരുന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഓലയൊന്നും തീരെ മുകളിലൊന്നും വെക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഉണ്ടായപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലെയൊന്നും ആരും ചെയ്യാണ്ടിരിക്കും ചെയ്യുക.